കുറേ നാൾക്ക് ശേഷമാണ് ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് ഞാൻ കിടന്ന് ഉറങ്ങണം കേട്ടോ. നല്ല ഉറക്കത്തിന് ശേഷം കഴിഞ്ഞിട്ട് മീൻ വറുത്തൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം. ജലദോഷമൊക്കെ ആയതുകൊണ്ട് ടേസ്റ്റ് ഒന്നും കിട്ടുന്നുണ്ടായില്ല. ഇപ്പം കിട്ടി തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പാറമോൾ വന്നപ്പോൾ കൂടെ അച്ഛൻ്റെ കൂട്ടുകാരത്തിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഗാലക്സി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഗാലക്സി ഡയറി മിൽക്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് പോലും അത് കൊടുക്കാറില്ല കേട്ടോ. കൊതി തട്ടണ്ടെന്ന് വിചാരിച്ച് പാറമോൾക്ക് ഒരു കഷ്ണം കൊടുത്തു. ഈ ഒരു ബബിൾ ഷൂട്ടർ ഉണ്ടല്ലോ, എന്ത് രസം അത് കളിക്കാനായിട്ട്. പ്രായഭേദമന്യേ നമുക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇപ്പം അടുത്തും ഒരു 200 രൂപയ്ക്ക് മേടിച്ചൊരു ടോപ്പാണ്. ടോപ്പല്ല, മെയിൻ പലാസോൻ്റെ കോമ്പോസിറ്റായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലാക്കും ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഗ്രീനും 200 സംതിങ്ങിനാണ് കോമ്പോയിൽ മേടിച്ചത്. ഇപ്പം കാണിക്കുന്ന ബ്ലൂ ബ്ലാക്ക് ഇതിൻ്റെ കൂടെ ഒരു മെറൂൺ വരുന്നുണ്ട്. ഇത് എത്ര കൊല്ലം വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം, വീട്ടിലോ പുറത്തോ ഒക്കെ ഇടാം കേട്ടോ. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കും. ഇപ്പം എൻ്റെ ലിപ്പിനുള്ളൊരു പ്രശ്നമാണ്, മേൽഭാഗം ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊട്ടുന്ന പോലെ ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു റെമഡി ഉണ്ടെങ്കിൽ പറയണേ. ഞാനിപ്പോൾ പിള്ളേരെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മുടെ ചിക്കൻ പോപ്സ് ഉണ്ടല്ലോ, അതും ഫ്രഞ്ച് ഫ്രൈസാണ് മേടിച്ചത്. ഞാൻ ചോറുണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ വിശന്നില്ല, പക്ഷെ ഭയങ്കര ദാഹമായിരുന്നു. ഞാൻ ഒറ്റയടിക്ക് 2 ലൈമ് കുടിച്ചു, ഒരു മൊജിറ്റോ കുടിച്ചു. ഭയങ്കര ദാഹമായിരുന്നു. മറ്റേതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴി ചിക്കൂനെയും മാധൂസിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ നേരെ ഡോക്ടറെ അടുത്തേക്കാണ് പോണത്. കാശിക്കുട്ടിന് ചെറിയൊരു വയ്യായി ഉണ്ട്, അപ്പോൾ ഡോക്ടറെ കാണിക്കണം. ഇതാണ് നമ്മുടെ മെയിൻ ഡോക്ടർ, സന്തോഷ് ഡോക്ടർ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.